ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ പോകുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കുറേ നാളായിട്ട് ഞങ്ങൾ മസാല ദോശ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാനങ്ങനെ അധികമൊന്നും മസാല ദോശയൊന്നും എൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. വല്ലപ്പോഴൊക്കെ ഹോട്ടലിൽ പോകുമ്പോൾ, അതും തൃശ്ശൂർ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലൊക്കെ ഉണ്ട്. ഇത് ഭാരത് ഹോട്ടൽ, തൃശ്ശൂർക്കാർക്കൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ മസാല ദോശ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഓർമ്മകൾ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിൻ്റെ ഒന്നും പ്രശ്നമില്ല. മസാല ദോശ വേണോ മസാല ദോശ, നെയ്റോസ്റ്റ് വേണോ നെയ്റോസ്റ്റ്. ഇന്ന് നമ്മൾ എന്താ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഓർഡർ ഇടാൻ വേണ്ടോ, എന്ത് വേണമെങ്കിലും ഹോട്ടലിൽ പോയിട്ട് കഴിക്കാമല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ മസാല ദോശ കുറേ നാളായി വീട്ടിൽ ഞാനങ്ങനെ മസാല ദോശ ഉണ്ടാക്കാറില്ല. കാരണം ഇവർ മസാല ദോശ കഴിച്ചാൽ ഫുള്ള് വേസ്റ്റാക്കി കളയും. മസാല അവർക്ക് ഇഷ്ടമില്ല, ദോശ നല്ല ക്രിസ്പി ആയിട്ടുള്ളത് ഇഷ്ടം. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും കുറേ നാളെ എനിക്കൊരു ആഗ്രഹം വീട്ടിൽ തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റൈല് എന്തായി തീരുന്നു ദൈവത്തിന് മാത്രം അറിയാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു, നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം. ദോശ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റൈൽ മസാല ദോശ എങ്ങനെയാവും എന്നുള്ളത് വേഗം വീഡിയോയിലോട്ട് പോകുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പൊട്ടയാണെങ്കിലും നല്ലതാണെങ്കിലും നിങ്ങൾ കമൻസിൽ കൂടെ അറിയിക്കുകയാണെങ്കിൽ എനിക്കത് കുറച്ചും കൂടി നല്ല സന്തോഷമായിരിക്കും. അപ്പോൾ ഇനി സമയം കളയുന്നതിൽ നമുക്ക് വേഗം മസാല ദോശ തയ്യാറാക്കാം. ദോശ ഉണ്ടാക്കാനായിട്ട് 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു വലിയ സ്പൂൺ നിറച്ച് ഉലുവ ചേർത്തിട്ടുണ്ട്, നന്നായി കഴുകിയിട്ട്. പിന്നെ അതിലേക്ക് 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ഉഴുന്നാണ് ചേർത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നന്നായി കഴുകിയതിന് ശേഷം 6 മണിക്കൂർ സോക്ക് ചെയ്യാം. എന്നിട്ട് വൈകുന്നേരം നമുക്കിത് അരയ്ക്കാം. സമയത്ത് അതിലേക്ക് കുറച്ച് ചോറ് ചേർക്കണം, എന്നാലാണ് ദോശ നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇനി ഇതെല്ലാം കൂടി അരച്ച് നമുക്ക് രാവിലെ ചൂടോടുകൂടി ഉണ്ടാക്കാം. ഞാനിപ്പോൾ അരയ്ക്കുന്ന സമയത്ത് അതിൽ ഉപ്പ് ചേർക്കാറില്ല, രാവിലെ ഉണ്ടാക്കുന്ന സമയത്താണ് അതിൽ ചേർക്കുക. ഇനി മാവ് സെറ്റായി. ഇനി നമുക്ക് മോർണിംഗ് മസാല ദോശ. ഇനി അതിലേക്കുള്ള മസാലയാണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത്. കുക്കറിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ആദ്യം കടുകിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും, ഞാൻ ഇന്ന് കടലപ്പരിപ്പ് ഇട്ടിട്ടില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ഉഴുന്നുപരിപ്പ് ഇട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് സവാള, ചെറിയ പീസ് ഇഞ്ചി, കുറച്ചാണ് ഉണ്ടാക്കുന്നത്, ഒരു ചെറിയ ക്യാരറ്റ്, ബീട്രൂട്ടിൻ്റെ ഒരു പകുതി, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് കുറച്ചേ വേണ്ടൂ. മക്കൾക്ക് മസാല വേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ളത്. അപ്പോൾ ഇതൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇനി അത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്താൽ നമ്മുടെ മസാല റെഡിയായി. ഇനി അത് വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടയ്ക്കുക. എന്നിട്ട് ഒരു 3 വിസിൽ. എന്താ വെച്ചാൽ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ നന്നായി വേവണം, എന്നാലാണ്. അപ്പോൾ കുക്കറിൽ തന്നെ നമ്മുടെ പരിപാടി, വേറെ സെപ്പറേറ്റ് ഇനി മസാല തയ്യാറാക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് കുക്കർ അടയ്ക്കുക. 3 വിസിലാകുമ്പോഴേക്കും നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ മസാല സെറ്റായിട്ടുണ്ടാവും. ഇനി നമുക്ക് മസാല ദോശ ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. മസാല നമ്മുടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മസാല ദോശ നമ്മുടെ കയ്യിലുള്ള പാൻ വെച്ച്, ഹോട്ടലിലെ പോലെ വലിയ ദോശക്കല്ലൊന്നുമല്ലല്ലോ, നമ്മുടെ കയ്യിലുള്ള പാനിൽ വെച്ചിട്ട് മാക്സിമം വലുപ്പത്തിൽ പരത്തി കൊടുക്കാം. അത് നന്നായി പരത്തിയതിന് ശേഷം ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നെയ്യ് എന്തായാലും വേണം. അതാണ് ആ ഒരു ദോശയ്ക്ക് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നന്നായി പരത്തിയതിന് ശേഷം അതിൻ്റെ മേലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച് നമ്മുടെ ഫില്ലിങ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ മസാല ദോശ. അപ്പോൾ ഇവിടെ മസാല അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഉണ്ടാക്കാത്തത്. പിന്നെ ഇത് കഴിഞ്ഞ് മറിച്ചിടുന്നില്ല. ഒരു ബ്രൗൺ കളറാകുമ്പോൾ 2 സൈഡും മടക്കി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മസാല ദോശ തയ്യാറാക്കി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ കൂടെ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. Same reason, some change, but you act just the same to ruin too. I come home to you. അങ്ങനെ നമ്മുടെ അടിപൊളി മസാല ദോശ ഇവിടെ റെഡിയായി. പ്രതീക്ഷിച്ച പോലെയല്ല, സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല മണം. ഇവിടെ കഴിക്കാനായിട്ട് സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ പ്രതീക്ഷിച്ച പോലെ ഫ്ലോപ്പ് ആയില്ല കേട്ടോ, അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേണ്ടി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.